വാൽപ്പാറയിൽ വന്യജീവി ആക്രമണത്തിൽ 8 വയസ്സുകാരനെ ആക്രമിച്ചത് കരടിയെന്ന് സ്ഥിരീകരണം. വനം വകുപ്പും ഡോക്ടർമാരും നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. ഇന്നലെ വൈകുന്നേരമാണ് ലയത്തിനു മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന 8 വയസ്സുകാരനെ കരടി പിടികൂടിയത്. സാനു കെ സജീവ് ചേരുന്നു. സാനു, എന്താണ് കൂടുതൽ വിവരങ്ങൾ? തമിഴ്നാട് വാൽപ്പാറയിൽ ഇന്നലെ വൈകുന്നേരമാണ് ഈ 8 വയസ്സുകാരനെ ഒരു ജീവി കടിച്ചു കൊന്നു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വരികയും അത് പിന്നീട് പുലി കടിച്ചു കൊല്ലുകയായിരുന്നു എന്നുള്ള രീതിയിൽ ആദ്യഘട്ടത്തിൽ വനംവകുപ്പിന്റെ ഒരു സ്ഥിരീകരണമൊക്കെ വന്നത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയിലാണ് പുലിയല്ല കുട്ടിനെ കടിച്ചത്, പകരം കരടിയാണെന്നുള്ളൊരു നിഗമനത്തിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരീകരണത്തിലേക്കും എത്തിയിരിക്കുകയാണ്. ഈ സമാന സ്ഥലത്ത്, അതായത് തമിഴ്നാട് വാൽപ്പാറയിൽ ഇതിനു മുമ്പും സമാന നിലയിൽ തന്നെ കുട്ടികളെ കടിച്ചു കൊണ്ടുപോവുകയും പുലി കടിച്ചു കൊല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസം മുമ്പ് 4 വയസ്സുകാരിയായിട്ടുള്ള കുട്ടീനെ വീടിനുള്ളിൽ നിന്നും പുലി കടിച്ചു കൊണ്ടുപോവുകയും കാട്ടിനുള്ളിൽ കൊണ്ടുപോയ ശേഷം ഒരു ദിവസത്തിന് ശേഷമാണ് പുലി പാതി ഭക്ഷിച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹമൊക്കെ കിട്ടിയത്. എന്തായാലും ഇന്നലെ ഉണ്ടായ ഈ അക്രമത്തിൽ കരടിയാണ് ഈ കുട്ടീനെ കടിച്ചു കൊണ്ടുപോയത്, കൊല്ലപ്പെടുത്തിയതെന്നുള്ള കാര്യത്തിലേക്ക് തമിഴ്നാട് വനം വകുപ്പിന്റെ ഒരു സ്ഥിരീകരണം എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് പുലിയുടെയും ഒപ്പം തന്നെ കരടി അടക്കമുള്ള വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. ഇതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാനോ ചെറുക്കാനോ തമിഴ്നാട് വനം വകുപ്പിനെ സാധിക്കുന്നില്ല. തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാവുന്നു. ഈ ലയങ്ങളിൽ താമസിക്കുന്നവരുടെ കുട്ടികളെയും ഒപ്പം തന്നെ അവിടെ താമസിക്കുന്ന മുതിർന്നവരെ അടക്കം വകവരുത്തുന്ന ഒരു നിലയിലേക്ക് വന്യജീവികൾ മാറുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് നിലവിൽ അവിടുത്തെയുള്ള ലയങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഒപ്പം തന്നെ നാട്ടുകാരുമുള്ളത്. സമാന നിലയിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥർ തിരികെ മടങ്ങുന്ന ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത്. എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഈ വന്യജീവി അക്രമങ്ങൾക്കും അതേപോലെ തന്നെ തുടർച്ചയായിട്ടുള്ള ഈ ജീവനെടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സംഭവം തുടർക്കഥയാവുമ്പോൾ ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഈ ലയത്തിൽ താമസിക്കുന്നവർ അടക്കം ആവശ്യപ്പെടുന്നത്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.